മാഷെ, ഈ നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കണ്ടാൽ അതിൽ അങ്ങനെ പ്രത്യേകിച്ച് നയപരമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല. പിന്നെ കേരളത്തിന് വട്ടപൂജ്യമാണ് എന്ന് പറഞ്ഞൊരു ആഘോഷം കാണാം. സാധാരണ ഞങ്ങളൊക്കെ ബജറ്റ് ആ കാലത്ത് നോക്കുമ്പോൾ കേരളത്തിന് എന്താ കിട്ടിയെന്നാണ് ഈ ഡി വിജയമോഹനൊക്കെ ഉള്ള കാലത്ത്. ഇത് എവിടെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ബജറ്റ് പ്രസംഗം നടക്കുമ്പോഴല്ല, അതിലല്ല ഓരോ സംസ്ഥാനങ്ങളുടെ കാണുക. ബജറ്റിൻ്റെ അനുബന്ധ രേഖകൾ നമ്മൾ ഈ പ്രസംഗം മാറ്റിവെച്ചിട്ട് അനുബന്ധ രേഖകൾ എടുക്കും. ആ അനുബന്ധ രേഖകളിലാണ് ഓരോ സംസ്ഥാനത്തിന് എത്രയെന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തും കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ വിഹിതം എല്ലാ കൊല്ലം കൂട്ടി നീക്കി വെക്കുന്നത് ആ ഭാഗത്താണ് കാണുക. അതിൽ കേരളത്തിന് എത്രയാണെന്നുള്ളത് കാണാം. അത് ബജറ്റ് പ്രസംഗത്തിൽ വന്നോളണമെന്നില്ല, പ്രസംഗത്തിൽ വരില്ല അത്. കാരണം അങ്ങനെ എല്ലാ സംസ്ഥാനത്തിലുള്ള ഓരോ സ്ഥാപനത്തിനും നീക്കി വെച്ച തുക പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 5-6 ദിവസം വേണ്ടി വരും ഈ പ്രസംഗം. അതുകൊണ്ട് അത് അനുബന്ധ രേഖകളിലാണ് ഉണ്ടാവുക. അതാണ് ആദ്യം നമ്മൾ മലയാളികളായ പത്രപ്രവർത്തകർ നോക്കുക. ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ചത് എത്രയാണെന്നൊക്കെയുള്ള മനോരമയിലുണ്ട്. താനും ഈ 0 എന്ന് പറയുന്നതിൻ്റെ വലതുവശത്ത് ആ സാധനമുണ്ട്. അതുണ്ടോയെന്ന് ഞാൻ നോക്കിയിരുന്നു. ഇനി പുതിയ പത്രപ്രവർത്തകർക്ക് ഇത് അറിയാതെ എങ്ങാനും വന്നാണോ? അപ്പോൾ കേരളത്തിലുള്ള അതിൻ്റെ അകത്തുണ്ട്. അത് ദേശാഭിമാനിയുടെ ലീഡ് തന്നെ കേരളത്തിന് ഓട്ടക്കാലണെന്നാണ്. പക്ഷേ അതിനകത്തുണ്ട് ഈ നീക്കിവെച്ചത് വേറെ പറയുന്നുണ്ട്. മാത്രമല്ല ബജറ്റിലല്ലാതെയും ഇനി ധാരാളം പദ്ധതികളല്ലാതെയും വരാമല്ലോ. അതൊക്കെ മാത്രമല്ല, ഈ നിർമ്മല സീതാരാമൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതുകൊണ്ട് 6 മാസമായിട്ട് അവർ ഈ ബജറ്റ് നിർമ്മാണ പ്രക്രിയയിലായിരുന്നവരാണ് അവർ. അങ്ങനെയാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് എല്ലാവർക്കും. ഇത് മാത്രമല്ല സാറേ, ഇതൊരു അർദ്ധവാർഷിക ബജറ്റ് അല്ലേ ശരിക്കും? ഇനി ഒരു ബജറ്റ്, ഇത് അര ബജറ്റ് അല്ലേ ശരിക്കും? അല്ല, ഇത് ഇപ്പോൾ അധികാരത്തിൽ വന്ന ശേഷം അവതരിപ്പിച്ച ബജറ്റാണ് ചരിത്രം. അതായത് ഇത് 6 മാസത്തേക്കാണോ 1 കൊല്ലത്തേക്കാണോ? അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി പിരിയാണ് ചെയ്യുക. അത് മതി. ഇത് ഫുൾ ബജറ്റാണ്. അപ്പോൾ ഈ ബജറ്റിൽ വലിയൊരു നയപ്രഖ്യാപനമുണ്ട്. വേണമെങ്കിൽ രാഷ്ട്രീയ നയപ്രഖ്യാപനം എന്ന് തന്നെ പറയാം. അങ്ങനെ ചില രാഷ്ട്രീയ നയപ്രഖ്യാപനങ്ങൾ അതിൽ വേറെയുമുണ്ട്. ഇത് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 കോടി കർഷകരുടെയും അവരുടെ ഭൂമിയുടെയും ഈ ഫാർമർ ആൻഡ് ലാൻഡ് കർഷക ഭൂമി രജിസ്ട്രി ഉണ്ടാക്കും എന്നതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. 6 കോടി കർഷകരാണെന്നാണ് വെപ്പ്. അപ്പോൾ അവരുടെ ഭൂമി അവരുടെ പേര് എല്ലാം കൂടി കർഷകർക്കും കൃഷിഭൂമിക്കും കൃത്യവും വ്യക്തവുമായ ഒരു ഭൂരേഖ വരാൻ പോകുന്നു. അങ്ങനെ ഒരു രേഖ വരുമ്പോൾ ഇപ്പോൾ ഈ കർഷകർ എന്ന് പറഞ്ഞ അതിർത്തിയിലുമൊക്കെ ഹരിയാന ആ ഭാഗത്തൊക്കെ പഞ്ചാബിൽ നിന്ന് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമരം നടത്തുന്നവരൊക്കെ വ്യാജന്മാരാണെന്ന് നമുക്കറിയാം. കാനഡയിലെ ഖലിസ്ഥാൻ തീവ്രവാദികൾ ഈ സോറോസൊക്കെ കൊടുക്കുന്ന ഫണ്ടും ഒക്കെ വെച്ചിട്ട് നടത്തുന്ന സമരങ്ങളാണ് ഈ കർഷക സമരം എന്ന് പറഞ്ഞുള്ളത് നമുക്കറിയാം. ഉണ്ട്. അപ്പോൾ ഈ രജിസ്ട്രി വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കുള്ള കർഷകർ, യഥാർത്ഥ കർഷകരാരാണ് എന്നുള്ള രജിസ്ട്രി നോക്കിയാൽ നമുക്കറിയാം. ഈ സമരം ചെയ്യുന്നവരൊക്കെ വ്യാജനാണോ യഥാർത്ഥമാണോ? രജിസ്ട്രിയിൽ തൻ്റെ പേരെവിടെയാണ്, തൻ്റെ സർവേ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ, 4 ക്യാമറയായിട്ട് ചെന്നിട്ട്. അപ്പോൾ ഈ വലിയ ധനികരായ ഈ കർഷകർ കാണുമല്ലോ, വലിയ ധനികർ, അതിഭീകര ധനികർ എന്ന് പറയാം. അങ്ങനത്തെ ധനികർ ഈ മറ്റേ സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഒരു ന്യായമില്ലല്ലോ. അങ്ങനത്തെ വ്യാജ കർഷകരുണ്ടോ എന്നുള്ളതും ഈ രജിസ്ട്രി വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഈ ബാൽക്കണിയിലൊക്കെ ഈ കാബേജ് വളർത്തുന്ന ആളുകൾ കർഷകരായിട്ട് ഇല്ലേ, ഈ മട്ടുപ്പാവിൽ കൃഷി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കർഷകരാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയും തനിനിറം വ്യക്തമാവും. ഇത് പഞ്ചാബിൽ വലിയ ഭൂപ്രഭുക്കളുണ്ട് കർഷകർ. അവർ ഹരിത വിപ്ലവത്തിൻ്റെയൊക്കെ ഗുണമൊക്കെ എടുത്തവരാണല്ലോ. നമ്മുടെ നാട്ടിലെ പോലെയല്ല. സംരംഭകത്വം ഈ വിദേശത്തൊക്കെ പോയി പഠിച്ചു വരുന്ന യുവാക്കൾ തന്നെയൊക്കെ ചെയ്യുന്ന കർഷകർ വൻകിട കൃഷിയാണ്. കൃഷിയൊക്കെ ഉണ്ട്.
അപ്പോൾ അങ്ങനത്തെ ഭൂപ്രഭുക്കൾ പണ്ട് കുലാക്കുകൾ എന്ന് പറയില്ലായിരുന്നോ റഷ്യയിൽ, അതുപോലെ ഈ പഞ്ചാബിലെ കുലാക്കുകൾക്കൊക്കെ വലിയ അടിയായിരിക്കും ഇത് കിട്ടുമ്പോൾ. അപ്പോൾ ലാൻഡ് രജിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുടക്കമാണ്. അത് കഴിഞ്ഞ് ഈ കാർഷികോൽപാദനം ഉണ്ടല്ലോ, ആ കാർഷികോൽപാദനം എങ്ങനെ കൂട്ടാം എന്നുള്ളൊരു ചിന്ത, ആ ഉൽപാദനം ശരിക്കും കൂട്ടാൻ ഈ ശരിക്കുള്ള ഭൂമിയും കർഷകനെയും വെച്ചിട്ട് ശരിക്കുള്ള കർഷകന് മാത്രം ഈ ഗുണം, മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെയാണല്ലോ അവർ ചോദിക്കുന്നത്. ഇത് ഈ ധനിക കർഷകനൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞ സംഗതി ഒഴിവാക്കുന്ന പരിപാടി അതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കാർഷികോൽപാദനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് ഈ രജിസ്ട്രി വരുമ്പോൾ സംഗതികൾ മാറും. ചർച്ച വലിയൊരു കാർഷിക നയം, കൃത്യമായ ഒരു കാർഷിക നയം യഥാർത്ഥ കർഷകൻ ആരാണെന്ന് മനസ്സിലാവും. കർഷകരെ കൃത്യമായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. വൻകിടക്കാര്, യഥാർത്ഥ പ്രൊട്ടക്ഷൻ അർഹതയുള്ളവരാര്, ഫേക്ക് കർഷകരാര്, കർഷകരുടെ കൂട്ടത്തിൽ നുഴഞ്ഞു കയറിയിട്ട് കേവലം സമരത്തിനും അൺട്രസ്റ്റ് ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും നടക്കുന്നവരാര്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിദേശത്ത് നിന്ന് ഉള്ള ശക്തികളുടെ ചട്ടുകങ്ങളാകുന്നവരാര്, അതൊക്കെ കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പോളിസി മാറ്റർ ഈ ബജറ്റിലുള്ളതായിട്ട് ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇതുവരെ. ഒരു പീസ് ഓഫ് ന്യൂസ് പോലെയാണ്. ഇപ്പോൾ 6 കോടി ഇങ്ങനെ പഞ്ചാബിലെ കർഷകരുടെ രജിസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പഞ്ചാബിലെ രാഷ്ട്രീയം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അവിടെ ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ മത്സരിക്കുക, ജയിക്കുക. ദിബ്രുഗഡിൽ ആസാമിലെ ജയിലിലുള്ള അമൃതപാൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിക്കുക. ബിയേന്ദർ സിംഗ് അങ്ങനെ ജയിക്കുക. ഇപ്പം ഖലിസ്ഥാൻ തീവ്രവാദം വീണ്ടും അവിടെ കിളിർത്ത് വരികയാണ്. ശരിക്കും കൃഷി നടക്കുന്നത് ഖലിസ്ഥാൻ കൃഷിയാണ് അവിടെ. ഈ ഖലിസ്ഥാൻവാദികൾ കാനഡയിൽ നിന്ന് ഉള്ള പണം ഇങ്ങോട്ട് ഒഴുക്കുക. അത് ആപ്പിന് 134 കോടി രൂപ കൊടുത്തു നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്. ആ പന്നുൻ എന്ന് പറഞ്ഞ ആൾ വെളിപ്പെടുത്തിയിരുന്നതാണ്. തീവ്രവാദ കൃഷിയാണ് കാര്യമായിട്ട് നടക്കുന്നത്. അതെ. അപ്പോൾ ആ വിഘടനവാദികൾ ഈ ഇടയ്ക്കിടയ്ക്ക് സർക്കാരിനെതിരെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഗസ്റ്റ് 15 വീണ്ടും, അതായത് ഈ സർക്കാർ വന്നു, കർഷകരെ ഇനിയും ഇറക്കി അടുത്ത 5 കൊല്ലം കൂടി ഈ അതിർത്തികളിലൊക്കെ ഹരിയാനയിലൊക്കെ കർഷകരെ നിരത്തുക എന്നുള്ളതാണ് ഈ ഖലിസ്ഥാൻ തീവ്രവാദികളുടെയൊക്കെ പരിപാടി. ഇതിൻ്റെ കൂടെ മാർക്സിസ്റ്റുകളും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേരുന്നുണ്ടല്ലോ. കാരണം ഈ സോറോസിൻ്റെ ഫണ്ടിങ്ങും ഒക്കെ ഈ അരാജകത്വത്തിന് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ ട്രാക്ടർ റാലി 15-ാം തീയതി തുടങ്ങുന്നതിന് ഉള്ള ന്യായമായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹരിയാനയിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെ തടഞ്ഞല്ലോ, അന്ന് അങ്ങനെ തടഞ്ഞതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് ഇനി പ്രക്ഷോഭം നടത്താൻ പോകുന്നത്. ആഗസ്റ്റ് 15 മുതൽ പല ഘട്ടങ്ങളായിട്ട് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ആഗസ്റ്റ് 15 നമ്മൾ ഓർമ്മയിലുണ്ട് അതുണ്ടാക്കിയ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഭാരതീയ ന്യായ സംഹിത നിയമം പാർലമെൻറ്റ് പാസ്സാക്കി നിലവിൽ വന്നു കഴിഞ്ഞു. അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ കോടതികളിലൊക്കെ കേസ് നടക്കുന്നത്. ഈ പുതിയ ക്രിമിനൽ നിയമത്തിൻ്റെ കോപ്പി ഞങ്ങൾ കത്തിക്കുമെന്ന് കർഷകർ പറഞ്ഞിട്ടുണ്ട്. അതും ഇതും തമ്മിൽ കൃഷിയും തമ്മിൽ എന്ത് ബന്ധമാണാവും? അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ബാധിക്കുന്നതല്ലേ? ക്രിമിനൽ നിയമത്തിന് പേര് മാറ്റി അല്ലെങ്കിൽ അതിനകത്ത് ഭേദഗതി വരുത്തി, അതൊക്കെ ക്രിമിനൽസിനെ ബാധിക്കുന്ന കാര്യമല്ലേ? സത്യം പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ അതാണല്ലോ. അല്ല സാർ, എനിക്ക് അറിയാൻ താല്പര്യമുള്ള 2 കാര്യം. ഇപ്പോൾ രാമേന്ദ്രൻ സാറിനെ പോലെ ഇത് സൂക്ഷ്മമായിട്ട് കാണുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്നുള്ളത്, ഈ പഞ്ചാബിൽ ഭൂപരിധി വല്ലതും ഉണ്ടോ? ഭൂപരിധി എല്ലായിടത്തും ഉണ്ടല്ലോ, പക്ഷേ ഈ തോട്ടങ്ങൾക്ക് ഭൂപരിധിയില്ല. അത് കേരളത്തിലും ഇല്ല. അതെ, അവിടെ പരിധി ഉണ്ടോ? ഈ 15 ഏക്കറിന്റെ പരിധിയാണോ അതോ ഭൂപരിഷ്കരണോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അവിടെയൊക്കെ ഈ 15 ഏക്കറൊന്നും ആവില്ല എന്തായാലും. ഇല്ലില്ല, അവിടെയൊന്നും ഭൂപരിഷ്കരണം ഈ കേരളത്തിൽ നടന്നതായിട്ട് പറയുന്നത് പോലെ. ഞാൻ ഒരിക്കൽ ബീഹാറിൽ പഴയൊരു മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന്, ഞാൻ പ്രതീക്ഷിക്കാതെ എന്നോട് ചോദിച്ചത്, ഈ അവിടെയൊക്കെ ഭൂപരിഷ്കരണം നന്നായിട്ട് നടന്നിട്ടുണ്ടല്ലേ എന്നാണ്. കേരളത്തിൽ ഇവിടെയൊന്നും അങ്ങനെ ഈ വലിയ ഭൂപ്രഭുക്കളൊന്നും തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ബംഗാളിൽ ഹരേകൃഷ്ണ കോനാരുടെ കാലത്തോ മറ്റേ ചെറിയ
തോതിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഭൂപരിഷ്കരണത്തിൻ്റെ രേഖകൾ മുഴുവൻ പാർട്ടി ഓഫീസുകളിലാണ് സൂക്ഷിച്ചതെന്ന് അശോക് മിത്ര ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ശരി. അതല്ലാതെ ഭൂപരിഷ്കരണമൊന്നും വേറൊരു സ്ഥലത്തും നടന്നിട്ടില്ല. ഒരു ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യം കൂടി സാറിനോട് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഇത് ചരിത്രത്തിലാദ്യമായി നരേന്ദ്രമോദി നല്ല ഭൂരിപക്ഷത്തിന് വളരെ സമർത്ഥമായി ധീരമായി നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് കർഷക സമരം വന്നതും ആ സമരത്തിന് മുമ്പിൽ ഗവൺമെൻറ് മുട്ടുമടക്കിയതും ആ നിയമങ്ങൾ പിൻവലിച്ചു പോയതും. ഒരുപക്ഷെ നിരന്തരമായി ഇത്തരം തലവേദനകൾ അതേ കേന്ദ്രത്തിൽ നിന്ന്, അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് വന്നതും അവരുടെ ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയതും ഒക്കെ. അപ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഗവൺമെൻറ്റിനെ, അതേ നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അല്പം കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ആണ് എന്ന ബോധ്യത്തോടെ ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്തി കളയാം എന്ന് വിചാരിക്കുന്ന അവർക്ക് ആത്മവിശ്വാസം കൊടുത്തത് സത്യത്തിൽ ആ ആദ്യത്തെ ഗവൺമെൻറ് നടത്തിയ ഒരു ഒത്തുതീർപ്പോ നിയമങ്ങൾ പിൻവലിക്കതും ഒക്കെ ആവില്ലേ? അതെ, അങ്ങനെ പിൻവലിച്ചെങ്കിലും അത് ഇനിയും നടപ്പാക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ആ ഛിദ്രശക്തികൾ എപ്പോഴാണ് കർഷക സമരം തുടങ്ങുക എന്ന് കാത്തിരിക്കുകയായിരുന്നു ഞാനും. കാരണം ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 31 മുതൽ 15-ാം തീയതി ട്രാക്ടർ റാലി ദേശീയ തലത്തിലാണ്. ആ അതിർത്തിയിൽ മാത്രമൊന്നുമല്ല, രാജ്യമൊട്ടാകെ ഇത് നടത്തിയിട്ട് ഓഗസ്റ്റ് 31 മുതൽ 200 ദിവസം പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJPയുടെ കോലം കത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർഷക സമരേ BJPയുടെ കോലം രാഷ്ട്രീയമാണിത്. സെപ്റ്റംബറിൽ ജിന്ദിലും പിപ്ലിയിലും റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് ഗ്യാരണ്ടി നിയമനിർമ്മാണം കർഷകരുടെ സാമ്പത്തികാവസ്ഥയെ ബാധിക്കും എന്നൊക്കെ ഉള്ളത് അവസാന ഭാഗത്താണ് പറയുന്നത്. ആദ്യ ഭാഗത്ത് മുഴുവൻ രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സമരം നടത്തുന്നൊക്കെ പറഞ്ഞിട്ട് കോടതി ഉത്തരവ് വന്നിട്ടും ഹരിയാന അതിർത്തി അടച്ചു എന്ന് ഈ കർഷകരുടെ നേതാവ് എന്ന് പറയുന്ന ഒരു അഭിമന്യു പറഞ്ഞു. അതെ, അഭിമന്യു എന്ന് പറയുന്ന ഒരു പുതിയ അവതാരം പറയുന്നതായിട്ട് കണ്ടു. ഈ അഭിമന്യു എന്നൊക്കെ പറഞ്ഞൊന്നും കർഷകരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ചർച്ച നമ്മൾ ഫ്ലോർ ഒരിക്കൽ നടത്തുമ്പോഴേ ഞാനിത് അന്ന് സുനിൽ സാറാന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചത് ഈ സമരക്കാർക്ക് വലിയ ആവേശം കൊടുത്തില്ലേ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊരു സ്ട്രാറ്റജിക്കൽ മൂവാണ്. ഇപ്പം ചെയ്യുന്നത് കർഷകനെ അടിസ്ഥാനപരമായി അവന്റെ അടിസ്ഥാന രേഖകളിൽ പോയി പിടികൂടിയിട്ട് ഈ അവ്യക്തത നീക്കിയിട്ട് കർഷകനെ ലൈംലൈറ്റിൽ കൊണ്ടുവന്ന് പകൽ വെളിച്ചത്തിൽ നിർത്തിയിട്ട് ഇവനാണ് കർഷകൻ, ഇവൻ കർഷകനല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരുപക്ഷെ അത്തരം സമരങ്ങൾ അനാവശ്യ സമരങ്ങളാണെങ്കിൽ, അതായത് സത്യത്തിൽ ആ നിയമങ്ങളുടെ ശരിക്കും അടിസ്ഥാനം എന്തായിരുന്നു? ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. മണ്ടികളൊക്കെ വന്നിട്ട് അവർക്ക് നേരിട്ട് വില കിട്ടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഇടനിലക്കാർക്ക് പോകാൻ പറ്റില്ലല്ലോ. ആ ഇടനിലക്കാരെന്ന് പറയുന്നത് ധനിക കർഷകരാണ്. ആ ധനിക കർഷകരെ പിടികൂടുന്നതാണ് ഈ ബജറ്റിൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പ്രതിക്രിയ കൂടിയാണ് കർഷക സമരം. ഈ സമരം പൊളിക്കാൻ പോകുന്നു എന്നാണ് ആ നയപ്രഖ്യാപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവർ കഴിഞ്ഞവണ കൊള്ളയും അക്രമമൊക്കെയാണ് കർഷക സമരം എന്ന് പറഞ്ഞാൽ. അഹമ്മദ് മാഷ ഓർക്കുന്നില്ലേ, ചുവപ്പ് കോട്ടയിൽ സിഖ് കൊടി ഉയർത്തിയത്? ചെങ്കോട്ടയിൽ സിഖ് കൊടി ഉയർത്തി. സംയുക്ത കിസാൻ മോർച്ച, കിസാൻ മസ്ദൂർ മോർച്ച എന്നിവരൊക്കെ. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ സമരം തുടങ്ങുകയാണ്. 15-ാം തീയതി ട്രാക്ടർ റാലി കേന്ദ്രത്തിലേക്ക്, നമ്മുടെ തലസ്ഥാന നഗരിയിലെ. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ട്. ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ നടുക്കുന്ന ഓർമ്മയാണ്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കേണ്ടി വരും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങി ഹരിയാന അതിർത്തിയിൽ വെച്ച് ആക്രമണം നടന്നു. ശുഭ് കരൺ സിംഗ് എന്ന് പറഞ്ഞൊരാൾ ഈ ഫെബ്രുവരി 23-ാം തീയതി മരിച്ചുപോയിട്ട് പട്യാല ആശുപത്രിയിൽ വെച്ച് മരിച്ചു. തലയ്ക്ക് പരിക്കേറ്റിരുന്നു. പോലീസ് വെടിവെച്ചിട്ടാണ് കൊല്ലപ്പെട്ടതെന്ന് അന്ന് ഇവർ പറഞ്ഞിരുന്നു. അത് അന്വേഷിച്ചപ്പോൾ വരുമ്പോൾ റബ്ബർ ബുള്ളറ്റാണ് ഏറ്റത്. ഇപ്പം അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് വെടിവെച്ചിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് ജൂലൈ 10-ാം തീയതി കഴിഞ്ഞ ദിവസം
2 ആഴ്ച മുമ്പ് റബ്ബർ കോടതി പറഞ്ഞു റബ്ബർ ബുള്ളറ്റ് ഇത് ഒരു ഷോർട്ട് ഗണ്ണിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ബുള്ളറ്റുകൾ വെടിവെക്കുന്ന ഷോർട്ട് ഗൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ തോക്കുണ്ട്, അവര് തന്നെ വെടിവെക്കുന്നവരുണ്ട്, തീവ്രവാദികളുണ്ട് എന്നതിന്റെ അർത്ഥം. അതെ, ഈ ഷോർട്ട് ഗണ്ണുകൾ പോലീസിന്റെ കയ്യിലില്ല. ഹരിയാനയിലോ പഞ്ചാബിന്റെയോ പോലീസിന്റെയോ കയ്യിലുള്ള ഷോർട്ട് ഗൺ അല്ല ഇത്. പോലീസിന്റെ കയ്യിൽ ഷോർട്ട് ഗൺ ഇല്ല. അപ്പോൾ ഒരു ഷോർട്ട് ഗണ്ണിൽ നിന്നുള്ള റബ്ബർ ബുള്ളറ്റിലാണ് ഈ സുക്കരൺ സിംഗ് കൊല്ലപ്പെട്ടതെന്ന് ഇപ്പൊ വ്യക്തമാണ്. മൊത്തം വ്യാജമാണ് ഈ സമരവും സമരത്തിന്റെ പിന്നിലുള്ള ആളുകളും ഒക്കെ. എന്തായാലും ഈ ബജറ്റിലെ പോളിസി മാറ്റർ എന്ന നിലയിൽ മൗലികമായൊരു കാര്യം, ബജറ്റിൽ അപ്രധാനമെന്ന് നമ്മുടെ മാധ്യമങ്ങൾ കരുതിയ ഒരു കാര്യമാണ് സാർ ഇപ്പോൾ ഊന്നിപ്പറഞ്ഞത്, ഉയർത്തിപ്പിടിക്കുന്നത്. അത് ഇന്ത്യയിലെ കർഷക സമരം, കർഷകരുടേതെന്ന വ്യാജേന രാജ്യത്തെ നടുക്കിക്കൊണ്ടിരുന്ന, രാജ്യത്തിൻ്റെ തലവേദനയായി മാറിയിരിക്കുന്ന കർഷക സമരത്തെ എന്നേക്കുമായി ഡിസോൾവ് ചെയ്യാനുള്ള നയപരിപാടികൾ ഈ ബജറ്റ് അലോക്കേഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും എ ഫോർ ആന്ധ്ര, ബി ഫോർ ബീഹാർ എന്ന് പറഞ്ഞിട്ട് മനോരമ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട്. ആന്ധ്രക്കും ബീഹാറിനും മാത്രമല്ല പഞ്ചാബിനും ഹരിയാനക്കും കൊടുക്കേണ്ടത് കൂടി കൊടുക്കുകയും എന്നിട്ട് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയും സമാധാനവും മുഖ്യമായി കാണുകയും ചെയ്യുന്ന അടിസ്ഥാനപരമായൊരു നയപരിപാടി ഈ ബജറ്റിൻ്റെ അന്തർധാരയായി വർത്തിക്കുന്നു. ബജറ്റിൽ രാഷ്ട്രീയമുണ്ട്. ബജറ്റിന് അതാണ് കറക്റ്റ് അതതിൻ്റെ ശരി. അതാണ് ബജറ്റ് ഒട്ടുമേ തന്നെ സാമ്പത്തികമല്ല, സമ്പൂർണ്ണമായും രാഷ്ട്രീയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.